ആകാശവിജ്ഞാനത്തിനും വിസ്മയത്തിനും വാതിൽ തുറന്ന് കണ്ണശയുടെ സ്പേസ് മ്യൂസിയം ഉദ്ഘാടനം. VSSCയുടെ സാങ്കേതിക സഹായത്തോടെ പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂൾ തയ്യാറാക്കിയ സ്പേസ് മ്യൂസിയം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രാരംഭ ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടം അവയുടെ വിക്ഷേപണോപദേശ ലക്ഷ്യം, ചന്ദ്രയാൻ വിക്ഷേപിച്ച GSLV Mk3 റോക്കറ്റിന്റെ 18 അടി ഉയരമുള്ള വലിയ മാതൃക, മുൻകാലങ്ങളിൽ VSSC സാറ്റലൈറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിവിധ റോക്കറ്റുകളുടെ മാതൃകകൾ എന്നിവ വിവരണങ്ങളോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കുട്ടികളിൽ സാറ്റലൈറ്റുകളുടെയും റോക്കറ്റുകളുടെയും ബഹിരാകാശ ശാസ്ത്രശാഖയെക്കുറിച്ചും അവബോധം വളർത്താനായി രൂപം കൊടുത്ത കണ്ണശയുടെ സ്പേസ് മ്യൂസിയം തന്റെ ശാസ്ത്ര ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു സ്കൂൾ തയ്യാറാക്കുന്ന ആദ്യ സംവിധാനമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചു. ഒരു വിദ്യാലയത്തിൽ ഇത്തരത്തിൽ ബഹിരാകാശ വിസ്മയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു മ്യൂസിയം തയ്യാറാക്കിയതായി തന്റെ അറിവിലില്ല എന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. 2045 ആകുമ്പോഴേക്കും മനുഷ്യനെ സുരക്ഷിതമായി ചന്ദ്രനിൽ എത്തിക്കുന്ന പര്യവേഷണം ISRO പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ മാനേജർ ആനന്ദ കണ്ണശ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VSSC ഗ്രൂപ്പ് ഡയറക്ടർ ഹരികൃഷ്ണൻ R, ഹെഡ് മിസ്ട്രസ് റിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് അനൂപ് VS, VSSC മുൻ സാറ്റലൈറ്റ് മ്യൂസിയം ഉദ്യോഗസ്ഥൻ സുരേഷ് K എന്നിവർ സംസാരിച്ചു. മ്യൂസിയത്തിനായി റോക്കറ്റുകൾ നിർമ്മിച്ച ശ്രീ ഷഫീഖ് A, സജിത്ര JS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മിഷനോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് വിട്ടിരുന്നു. പക്ഷെ ഇപ്പോഴൊരു 1-2 മിഷനായിട്ട് നമുക്ക് 1-2 പ്രയാസം അതിൽ വന്നിട്ടുണ്ട്. PSLV അത് നമ്മൾ അതിന്റെ ഫെയിലർ അനാലിസിസ് നടന്നിട്ട് അതിന്റെ കറക്ഷൻസ് ചെയ്തിട്ട് ഇനിയും അത് മുന്നേറും. PSLVയെ പോലെ തന്നെ വളരെയധികം വിജയകരമായിട്ട് പോകുന്ന ഒന്നാണ് GSLV Mark II എന്ന് പറയുന്നത്. PSLV ഉപയോഗിച്ച്